എൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ. അന്നപ്പം ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മൂസിൻ്റെ അവിടെ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതപ്പം ഞാനത് പോയിട്ട് എടുത്തിട്ട് വരാട്ടോ. ഓരിതൊന്നും അറിയൂല എന്തൊക്കെയാ സെറ്റാക്കി വെച്ചതെന്ന് ഓരറിയൂല. അങ്ങനെ ഞാൻ പോയി കേക്കൊക്കെ വാങ്ങി ഇതാ അമ്മൂസിൻ്റെ അവിടെ എടുത്ത് വെച്ച് പിന്നെ ഓരെയും കൂട്ടിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു ട്ടോ. വീട്ടിലേക്ക് കേറുമ്പോ തന്നെ അച്ഛൻ അവിടെ സോഫയുമ്മെ കിടക്കായിരുന്നു. അച്ഛൻ കണ്ടപ്പോ തന്നെ ഇതെന്താന്നായിപ്പോയി. ഞാൻ മാത്രല്ലല്ലോ എൻ്റെ കൂടെ ഒരു പട തന്നെ ഉണ്ടല്ലോ. പിന്നെ അമ്മേൻ്റെ എക്സ്പ്രഷൻ പിന്നെ പറയേ വേണ്ട. അമ്മയ്ക്ക് എന്താ പറയണ്ടേ എന്തെന്നാന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ വേഗം പോയി മാറ്റാൻ പറഞ്ഞു. അങ്ങനെ മാറ്റി വന്ന് അമ്മയും അച്ഛനും കൂടി ഇതാ കേക്കൊക്കെ മുറിക്കുകയാണേ. ഇതുവരെ ഓരങ്ങനെ കേക്കൊന്നും മുറിച്ചിട്ടും കഴിച്ചിട്ടും ഒന്നുമില്ല ട്ടോ. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒറ്റ പ്രാവശ്യം ഞങ്ങളിങ്ങനെ ആഘോഷിച്ചിരുന്നു. പിന്നെ അങ്ങനെ അച്ഛന് വലിയ താല്പര്യമില്ല അങ്ങനെ കേക്കൊന്നും മുറിക്കുന്നതാക്കുന്നതൊന്നും. പിന്നെ ഇപ്പം ഞങ്ങള് ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ എല്ലാവരും കൂടി ഞാൻ പറഞ്ഞു നമുക്കിന്ന് ആഘോഷിക്കണം. പക്ഷെ ഓര് രണ്ടാളും അറിയണ്ടാന്ന്. അങ്ങനെ ഞാനും ഏട്ടനൊക്കെ കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് ട്ടോ. പിന്നെ ഏച്ചീനെ ഏട്ടനൊക്കെ വിളിച്ചു. ഓര് പറഞ്ഞു വേണ്ട നിങ്ങളങ്ങ് കൊടുത്തോളീന്ന് പറഞ്ഞു. കിച്ചു ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഓന് കേക്ക് ഇങ്ങനെ തിന്നാൻ വേണം. അന്നപ്പോൾ ഓനും പിന്നെ കേക്ക് തിന്നുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അല്ല അച്ഛനും അമ്മയ്ക്കൊക്കെ ഓനും കേക്ക് കൊടുക്കുന്നുണ്ട് ട്ടോ. ഓനെക്കൊണ്ട് ഞങ്ങളിങ്ങനെ പറയിപ്പിക്കുക. ഓന് അച്ഛച്ചന്ന് വെച്ചാൽ ജീവനാണേ. അച്ഛച്ചന് കൊടുക്കാനാണ് ഓൻ വീണ്ടും വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു അല്ല അച്ചമ്മയ്ക്ക് കൊടുക്കുന്ന്. അങ്ങനെ അച്ചമ്മയ്ക്കും അച്ഛച്ചനൊക്കെ കേക്ക് കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുത്തു ട്ടോ. വേറെ ഒന്നല്ല ഒരു കുഞ്ഞു ഫോട്ടോ ഫ്രെയിമാ. ഞങ്ങൾ 5 ആളുള്ള ഫോട്ടോ ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളും വിചാരിക്കും സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്. ഒരാൾക്ക് കൂടുമ്പോൾ ഒരാൾക്ക് കൂടുകയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന്. ഞങ്ങൾ 5 ആളും ഇല്ല ട്ടോ. അച്ഛനും അമ്മയും കിച്ചുവും മാത്രമുള്ളൊരു ഫോട്ടോയാണ് അത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് സന്തോഷമായി ട്ടോ. അവരിതൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. അത് കണ്ടപ്പോൾ തന്നെ കണ്ടോ അമ്മ കണ്ടില്ലേ ചിരിക്കുന്നത്. കിച്ചു അതിൻ്റെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ഇതെന്താ സംഭവം എന്നുള്ളത്. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം തന്നെ ചെയ്ത് കൊടുക്കുക അല്ലേ. അവരെ സന്തോഷമല്ലേ നമുക്കും വലുത്. പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ ദാ അമ്മേനോട് തിരിച്ച് കാണിച്ചു കൊടുക്കുക. ആരും ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല. ഞാനിത് ആരോടും പറയാണ്ടാണ് സെറ്റാക്കിയത്. പിന്നെ ഞാൻ പായസം എടുക്കാൻ പോയ സമയത്ത് ഞാൻ വമ്പത്തിയോട് പറഞ്ഞു വമ്പത്തി ഞാൻ കേക്കൊക്കെ മുറിച്ചൊന്ന് സെറ്റാക്കുന്നു. അവളങ്ങനെ നല്ല ഭംഗിയായിട്ട് കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പായസമൊക്കെ വെച്ചിരുന്നു ട്ടോ. അങ്ങനെ പായസമൊക്കെ ഞാൻ കൊണ്ടുവന്നു എല്ലാവരും കുടിച്ച് കഴിഞ്ഞു. അന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നാൽ നമുക്കൊരു ഡാൻസൊക്കെ കളിച്ചാലോ. പാട്ട് വെച്ചപ്പോൾ തന്നെ ഇതാ കിച്ചു ദാ ഇവിടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവൻ കുറച്ച് കളിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു എന്താ നമ്മക്കും കളിക്കാല്ലേ എന്നാലും ഇത്